തന്റെ മുഖം എന്താടോ തെളിയാത്തത്? എന്താ ഇപ്പൊ പ്രത്യേകിച്ച് തെളിയാൻ മാത്രം ഉണ്ടായത്? നീ സ്നേഹിച്ച നിന്റെ പെണ്ണ് സാഹചര്യം എന്തോ ആട്ടെ, അവളാ നിന്റെ വീടിന്റെ പടികേറി വന്നിരിക്കുന്നത്. ആഗ്രഹിച്ചിരുന്നു, കൊതിച്ചിരുന്നു, ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു. പക്ഷെ അതിങ്ങനെ ആയിരുന്നില്ലല്ലോ ശ്രീരേട്ടാ. എല്ലാം ഒരുപാട് മാറിപ്പോയില്ലേ. കാലം പെർമ്യൂട്ടേഷൻസും കോമ്പിനേഷൻസും തെറ്റിച്ചാണ് ഈ സമ്മാനം വെച്ച് നീട്ടുന്നത്. ഇരുട്ടിലായിരുന്നു വിളക്ക് കിട്ടേണ്ടിയിരുന്നത്. മരുഭൂമിയിൽ പെയ്യേണ്ടത് മഴയാണ്, സ്വർണ്ണ നാണ്യങ്ങളല്ല. ഒരു ചാന്ദ്രമാസം. ആ കാലമേ എനിക്കിവിടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ, ഈ ചന്ദ്രോത്സവ നാളുകൾ കഴിഞ്ഞാൽ ശ്രീഹരി തിരിച്ചു പോകണം. സ്നേഹത്തിന്റെ ഈ ഇലക്കൂട് വിട്ട്, കളഭത്തിന്റെ, ചെമ്പകമൊട്ടിന്റെ, നിലവിളക്കിലെരിയുന്ന തിരിയുടെ, മഴയുടെ, മകരക്കാറ്റിന്റെ, പുതുമണ്ണിന്റെ, പാലപ്പൂവിന്റെ, പാലിശ്ശേരി തെറുക്കുന്ന ബീഡിയുടെ, അങ്ങനെ എന്റെ എല്ലാ പ്രിയപ്പെട്ട മണങ്ങളെയും പിന്നിൽ വിട്ടിട്ട് എനിക്ക് പോകണം. എങ്ങോട്ടാണാവോ? ഓർമ്മയില്ലേ? അപ്പം മറന്നു നമ്മുടെ ക്ലോതിനെ. അവളുടെ മടിയിൽ തലവെച്ച് കിടന്ന് എനിക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ ഓരോന്നോരോന്നായി പറയണ്ടേ? റിട്ടേൺ ഫ്ലൈറ്റിലെ മണ്ണന്തലക്കാരി അക്കം കാണുവോ എന്തരോ? ക്ലോതിന്റെ അമ്മടെ ക്ലോത്. നിന്നെ ഞങ്ങളെ വിട്ട് ഇനി നീ ഇവിടെയാണ്, ഈ മണ്ണിൽ. നിന്റെ കളിയും ചിരിയെല്ലാം പുറത്തേക്കെടുക്ക്. ഇന്ദുവിന്റെ ഉള്ളിലെ ഒരു പരിഭ്രമം ഉണ്ടാവും, അത് നീ വേണം മാറ്റിയെടുക്കാൻ. വാ. താനൊരു പാവമാടോ. മോളെ, ഞാൻ ഇറങ്ങുക. അവിടെ കുട്ടികൾ മാത്രമേ ഉള്ളൂ. ശാന്തേടത്തി, ഞാൻ എന്താ വേണ്ടത്? നീ ഒന്നും വേണ്ട, ഇവിടെ ഇരുന്നു സമാധാനമായിട്ട്. അടുക്കളയിലൊന്നും കയറണ്ട. രാത്രിക്കുള്ള ഭക്ഷണം കുഞ്ഞുട്ടിയുടെ അവിടുന്ന് കുട്ടിരാമൻ പോയി കൊണ്ടുവരും. ഞാൻ നാളെ ഇറങ്ങാം. വരട്ടെ. അല്ല, ഭക്ഷണം കുഞ്ഞുട്ടിക്കാന്റെ ഏത് വൈഫിന്റെ വീട്ടിൽ നിന്നാ? കുട്ടി വേണ്ട മോനെ, വൈഫ് ഏതായാലും നിനക്ക് ഭക്ഷണം നന്നായി പോലെ. ശ്രീധരേട്ടാ, എന്നെ കൊണ്ട് വിട്. നേരം പോയൊരു പോക്കേ. ശ്രീധരേട്ടന്റെ കൂടെ തന്നെ പോണോ? ഞാൻ കൊണ്ടുവിടാം. അയ്യോ, നിന്റെ കുട്ടി ബുദ്ധിമുട്ടണ്ട. ഞങ്ങള് വയസ്സന്മാര് പോയിക്കോളാം. വയസ്സ് കാലത്ത് ചീത്തപ്പേര് കേൾപ്പിക്കണ്ട. ചീത്തപ്പേര് കേൾപ്പിക്കാനാണെങ്കിലേ യോഗ്യതയുള്ളവരുടെ കൂടെ പോയിട്ട് ആയിക്കൂടെ മോനെ? അങ്ങനെ പറഞ്ഞു കൊടുമോളെ. ഇതെന്ത് പരിപാടിയാണ്? എല്ലാരും കൂടെ പോയാല് ജോസേട്ടനെ ഇവിടെ ഇരിക്കേ. അയ്യോ, എനിക്ക് തൃശ്ശൂർ എത്തണം. നമുക്ക് നാളെ. എന്നാ സഹദേവൻ. സഹദേവനെയും കൊണ്ടല്ലേ ഞാൻ പോണേ. കുട്ടിരാമൻ ഇവിടെ ഇരിക്കും. അപ്പൊ കുഞ്ഞുട്ടിക്കാന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം ആര് കൊണ്ടുവരും? നിനക്കെന്താ പേടിയാവുന്നു? ഇന്ദുല്ല ഇവിടെ. എന്നാ ഞാനും വരാം. ഏയ്, അതിനൂടെ ഒറ്റയ്ക്കാക്കിട്ടാ വരും ശ്രീധരേട്ടാ. അപ്പൊ ശരി. അപ്പൊ നാളെ കാണാം. എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞു ഇരിക്കെ. എത്ര കൊല്ലത്തിന് ശേഷാടാ നിങ്ങൾ നമ്മൾ കാണുന്നത്? ശാന്തേ, വരിക. ഞാൻ ഡോക്ടർ രവിയെ വിളിച്ചിരുന്നു. മുത്തശ്ശ സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞു. നാളെ വേണമെങ്കിൽ ഇയാൾക്ക് പോയി കാണാം. നാളെ തൊട്ട് തനിച്ചാവില്ല. ഒരു സ്ത്രീയെ പാലിശ്ശേരി ഏർപ്പാടാക്കിയിട്ടുണ്ട്. രാത്രിയിൽ നിൽക്കാൻ പറ്റിയ. ഇയാൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. പണ്ട് ഇയാള് ഒരു ദിവസം ഇവിടെ വന്നു. മുത്തശ്ശി തന്നെ പിടിച്ചിരുത്തി പാട്ട് പാടിച്ചതും വരവീണ മൃദുപാണി. നേരം വൈകിയത് നമ്മൾ 3 പേരും അറിഞ്ഞില്ല. തൻ്റെ അമ്മ പടിപ്പുരയിൽ വന്നതെന്ന് വൈകിയതിന് തന്നെ വിളിച്ചതും, അവിടെ വെച്ച് തന്നെ പുളിവാറലിന് തല്ലിയതും, താൻ കരഞ്ഞുകൊണ്ടോടിയതും. ഞാനും മുത്തശ്ശിയുടെ മടി കിടന്ന് കരഞ്ഞു. എല്ലാത്തിനും കാരണക്കാരനായവന്റെ കുറ്റബോധം. ഇത്ര നിസ്സാരമായ കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ടോ? പിന്നെ എനിക്കൊരു പേരുണ്ടായിരുന്നു, അതുമാത്രം. പക്ഷേ മറന്നു തോന്നുന്നു. ഐ എം സോറി.
ഇന്ദുവിന് എന്നും ഇഷ്ടമായിരുന്നില്ല ഈ എടോത്താൻ വിളികൾ. പിന്നെ തവളക്കണ്ണി എന്നുള്ള ചെല്ലപ്പേരും. ചെല്ലപ്പേരെന്നല്ല പറയാ, ഇരട്ടപ്പേരെന്നാ. ആ, ഇപ്പോഴും ദേഷ്യം വരുമല്ലേ ആ പേര് കേൾക്കുമ്പോ? ഏയ്, ആര് വിളിക്കണോ അങ്ങനെയൊക്കെ? വർഷങ്ങൾക്ക് ശേഷം കേൾക്കുമ്പോ ചിരിയാ വരണത്. അന്ന് അതിനെ ചൊല്ലിണ്ടാക്കിയ വഴക്കുകളെ കുറിച്ച് ഓർക്കുമ്പോ. അതെ, ഏത് വിഡ്ഢിയാണാവോ ഇത്രയും ഭംഗിയുള്ള കണ്ണുകളുടെ ഉടമയെ അങ്ങനെ വിശേഷിപ്പിച്ചത്? കളിയാക്കണ്ട, ഉള്ള ഭംഗിയൊക്കെ വെച്ച് കഴിഞ്ഞു പൊയ്ക്കോട്ടെ. എന്താ പേടിച്ചോ? മഴ വരണോന്ന് തോന്നണു. വരുന്നൂന്നല്ല, വന്നു 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 വന്നു. അങ്ങോട്ട് ഇറങ്ങണ്ട, ഇടിയും മിന്നലുണ്ട്. മഴ കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഇതാ പുതുമഴയുടെ മണം മണ്ണിന്റെ. ഇന്ദുവിന് കിട്ടുന്നുണ്ടോ? അസുഖം പിടിപ്പിക്കണ്ട, ഇങ്ങോട്ട് കയറി നിൽക്കൂ. എന്തത് കുട്ടികളെ പോലെ പറയണ കേക്കൂ. ശ്രീ ശ്രീ, വർഷങ്ങൾക്കപ്പുറത്ത് നിന്ന് ആരോ വിളിച്ചതുപോലെ. മഴയെ സ്നേഹിച്ച് കൂടെ മടക്കി പിടിച്ച് വഴിനീള മഴ നനഞ്ഞ പഴയ 2 കുട്ടികളെ ഓർമ്മയുണ്ടോ? ചെറുപ്പത്തില് അങ്ങനെ പല ഭ്രാന്തുകളും കാട്ടിയിട്ടുണ്ടാവും. ആ ഭ്രാന്തുകൾ വീണ്ടും കാട്ടാനായിട്ട് തിരിച്ചു വന്നവനാണ് ഞാൻ. അകത്തെ താമരക്കുളത്തിൽ മഴ വീഴുന്നത് കാണാനായിരുന്നില്ലേ ഒരു കുട്ടിക്ക് ഇഷ്ടം? അപ്പൊ മറന്നിട്ടില്ല ചിലതെല്ലാം. അതോ മറന്നു എന്ന് സ്വയം കരുതിയതിൽ ചിലത് അറിയാതെ പുറത്തു വന്നതാണ്. താമരക്കുളത്തിൽ മഴ പെയ്യുന്നുണ്ട്. വരും. ഇതിങ്ങനെ ഇന്ദുവിന്റെ കൂടെ ഒരു രാത്രി മഴ. തിരികെ കിട്ടുമെന്ന് വിശ്വാസമില്ലാത്ത പലതിൻ്റെയും കൂടെ ചേർത്തിരുന്നതായിരുന്നു ഇതും. തീരെ തനിച്ചാവുന്ന ചില അവസരങ്ങളുണ്ടാവും യൂറോപ്പിലെ ഈ മഞ്ഞുകാലത്തൊക്കെ. ഒരു ഡിപ്രഷനിൽ മനസ്സ് പടയുന്ന സന്ധ്യകളിൽ എന്തിനെന്നറിയാത്ത സങ്കടം കൊണ്ട് മനസ്സ് നിറയുമ്പോൾ കരഞ്ഞിട്ടുണ്ട് ഈ നാടിനെ ഓർത്ത്. തിരിച്ചു വരാൻ തോന്നാഞ്ഞിട്ടോ? അതോ പിടിച്ചു നിർത്താൻ അവിടെ എന്തെങ്കിലും? ഒരു നാട്ടിൻപുറത്തുകാരി പെണ്ണിന്റെ ചോദ്യം കേട്ടോ. പിടിച്ചു നിർത്തിയത് സംഗീതം തന്നെയായിരുന്നു. നാടകശാലകളിൽ, കഫേകളിൽ, കള്ളുഷാപ്പുകളിൽ, എന്തിന് തെരുവ് മൂലകളിൽ നിലത്ത് വിരിച്ചിട്ട പേപ്പറിന് മുകളിൽ വീഴുന്ന നാണയത്തുട്ടുകൾക്ക് വേണ്ടി. സംഗീതം ലഹരിയും ആഹാരത്തിനുള്ള വകയുമായിരുന്നു. വെസ്റ്റേൺ വയലിനും മെറ്റൽ ഫ്ലൂട്ടും ചെല്ലുന്നിടത്തെല്ലാം മുൻനിരയിൽ സ്ഥാനവും ഷ്രാക്കലിന് യൂറോപ്യൻ നഗരങ്ങളും ഗ്രാമങ്ങളും തന്നിരുന്നു. ഷ്രാക്കൽ എന്നത് സായിപ്പ് ചിറക്കൽ ശ്രീഹരി എന്ന മനോഹരമായ പേര് ചുരുക്കി വഷളാക്കിയതാണ്. എന്നോട് വെറുപ്പ് തോന്നിയിട്ടില്ലേ മറ്റൊരാളിനെ കല്യാണം കഴിച്ചതിനും പിന്നെ സത്യം പറഞ്ഞിട്ട് വിശ്വസിക്കാത്തതിനും? തമ്മിൽ വേർപിരിഞ്ഞിട്ടും പുതിയ ബന്ധങ്ങളിൽ ഇൻവോൾവ് ആയ ശേഷവും പഴയ കൂട്ടുകാരിയെ വെറുക്കാതിരിക്കാൻ, ചങ്ങാത്തം നിലനിർത്താൻ, കാണുമ്പോൾ ചിരിക്കാനും സുഖാന്വേഷണങ്ങൾ നടത്താനും യൂറോപ്പും അവിടുത്തെ ജനങ്ങളുമാണ് എന്നെ പഠിപ്പിച്ചത്. അവർക്കതിന് കഴിയും സത്യസന്ധമായി. ഇപ്പം നമ്മൾ എന്തിനാണ് കഴിഞ്ഞ കാലത്തിനെ, അന്നെടുത്ത തീരുമാനങ്ങളെ കുറ്റപ്പെടുത്തുന്നത്, പരസ്പരം പഴിചാരുന്നത്? ഒരു തവണ മാത്രം കിട്ടുന്ന ജന്മം, എത്ര നാളെന്നറിയാത്ത ജീവിതം, കാത്തിരിപ്പുണ്ട് മരണം. രോഗാണുക്കളായി മോട്ടോർ വാഹനങ്ങളായി, കടൽ തിരകളായി. അതിനിടയിൽ എന്തിനാണ് കലഹം, പിണക്കം, വെറുപ്പ്? വലിയ ആളായിപ്പോയി, വലിയ കാര്യങ്ങൾ പറയണ ആളായി. ഇല്ല, വലിയ ലോകത്തെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞു ഞാനെന്ന തീരെ ചെറിയ മനുഷ്യനെ. ഏത് രാഗത്തിലാണ് മഴ പെയ്യുന്നത്? പറയൂ. ശ്രീരാഗം. ഓക്കെ, കണ്ണടച്ച് ശ്രദ്ധിച്ചു നോക്കട്ടെ.
കൃഷ്ണ